എന്തിനാ എഴുന്നള്ളിയത്? ഇനി ആരെ തട്ടിക്കൊണ്ടുപോകാനാണ് പ്ലാൻ? പ്രായമായ എന്നെയോ? വിവരക്കേടുകൊണ്ട് അന്ന് എന്തെങ്കിലും കാണിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിക്കണ്ടേ മൊയ്തുക്ക? എന്താ വന്നത്? കുതിര പ്രസവിക്കാറായെന്ന് പറഞ്ഞിട്ട് അയ്യോ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അത് ഇവിടെയല്ല, ബീച്ച് ഫാമിലാണ്. മാഡം വരികയാണെങ്കിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേല. നിഖിൽ പ്രത്യേകം പറഞ്ഞു. ലെറ്റ്സ് ഗോ. ഡോക്ടർ വരികയാണെങ്കിൽ ട്രിപ്പ് കൊടുത്തേക്കാൻ പറഞ്ഞേക്കും. ഇവിടെ ഇറത്തിയാ മതി. ഇതാണ് ബീച്ച് ഫാം. പ്രസവം അടുക്കാറാവുമ്പോ കുതിരകളെല്ലാം ഇങ്ങോട്ട് മാറ്റും. മാഡം വളരെ ലക്കിയാണ്. ഇത് ബ്ലൂ ഏഞ്ചലിന്റെ ആദ്യത്തെ പ്രസവ. പ്ലീസ്. നിഖിൽ, നിഖിൽ, നിഖിലെന്നല്ല, മറ്റാരും ഇത് കേൾക്കില്ല. അപ്പൊ എന്നെ ഇവിടെ ബഹളം വെക്കരുത്. എന്റെ മകനെ കൊണ്ടുപോയതിന് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. ഒരുത്തനും ഈ പരിസരത്ത് നിന്ന് സഹായിക്കാനെത്തില്ല. എന്റെ മകനെ പോലെ അച്ഛനെ പെഞ്ചരിക്കുന്ന ദുഃഖം നീയും അറിയണം. മകൾ നഷ്ടപ്പെട്ടാലുള്ള വേദന നിന്റെ അച്ഛനും. എക്സ്ക്യൂസ് മീ. കുട്ടിയെ ഒരിക്കൽ കണ്ട് പെട്ടെന്ന് തിരിച്ചയക്കാമെന്ന് ആന്റി എനിക്ക് വാക്ക് തന്നതാ. അതുകൊണ്ടാണ് ഞാൻ രാഹുലിനെ അവിടെ കൊണ്ടുപോയത്. അവനെ കൈ കിട്ടിയപ്പോ അവര് വാക്ക് മാറി. അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്. ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ മാരകമായ രോഗത്തിൽപ്പെട്ട എന്റെ സിന്ധു അവസാനം അവളുടെ ജഡം പോലും കാണിക്കാതെ ഇന്നും ആ വേദനയിൽ കഴിയുന്ന ഞാൻ, ഓർമ്മ വെച്ചത് മുതൽ അമ്മയെ അച്ഛനെയും പിരിഞ്ഞിരിക്കാൻ വിധിക്കപ്പെട്ട എന്റെ മകൻ, അറിഞ്ഞുകൊണ്ട് ആരോടും തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് ശിക്ഷിക്കപ്പെടുന്നു. ഗൗതം, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചല്ല. ഒരു നിമിഷം ഈ മുറിക്കകത്ത് ഒറ്റപ്പെട്ടപ്പോ നീ എന്തുമാത്രം വിഷമിച്ചു. അതിൽ കൂടുതൽ എന്റെ മോൻ അവിടെ സഹിക്കുന്നുണ്ടാവില്ലേ? അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. പോയിക്കോളൂ, പോകാൻ. ഞാൻ ഹെൽപ്പ് ചെയ്ത പ്ലീസ്. നോ. താങ്ക് യു. വണ്ടി സ്റ്റാർട്ട് ആവില്ല മാഡം. കളി ആംഗ്ലോ ഇന്ത്യൻസിനോട് വേണ്ട. ഓക്കെ വരുന്നു മാസ്റ്റർ. എനിക്ക് ആകെ കൂടി ഒരു മകളെ ഉള്ളൂ. അവളുടെ മാരേജ് അന്തസ്സായിട്ട് നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ നടത്തണമെന്നായിരുന്നു എൻ്റെ വാദം. ചെറുക്കൻ്റെ അപ്പൻ എതിർത്തു. ഒടുവിൽ ബന്ധം മുറിയോന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ സമ്മതിച്ചു. അത് നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ നടത്താൻ. അത് നന്നായി. ഈ മാരേജിൻ്റെ കാര്യം അറിയുമ്പോൾ ഡേവിഡ് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. ഷേളി തന്നെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഡേവിഡിന്റെ സമ്മതത്തോടെ ഈ മാരേജ് നടത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അവനോട് അന്വേഷിക്കാതിരിക്കുക നല്ലത്. മിസ്റ്റർ പോൾ മകളോട് ഈ കാര്യം പറഞ്ഞോ? അവളോട് എന്ത് പറയാൻ? സ്റ്റെല്ല എന്റെ ഇഷ്ടത്തിനെ നിൽക്കത്തുള്ളൂ. എങ്കിൽ മറ്റൊന്നും ആലോചിക്കണ്ട, നമുക്ക് ഈ മാരേജ് അങ്ങ് നടത്താം. What is this?
ഞാൻ സമ്മതിക്കില്ല. അതില്ലാതെ ഈ വിവാഹം നടക്കണമെങ്കിൽ എന്റെ ശവം ഇവിടെ എടുക്കേണ്ടി വരും. ഡേവിഡ്, തണ്ണി പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. നൗ ഐ അണ്ടർസ്റ്റാൻഡ്. ആർ യു നോട്ട് അഷേംഡ്? ഈ പ്രായത്തിൽ രണ്ടും കൂടി നടത്തുന്ന വൃത്തികെട്ട ഈ അരിഞ്ഞാണ് ഞാൻ. മിസ്സിസ് ഐസക്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഡേവിഡ്, എന്താ നീ കാണിക്കുന്നത്? ഇതിലും ഭേദം വല്ല പോയിസണും തന്നെ നിങ്ങൾക്ക് എന്നെ കൊല്ലാമായിരുന്നു. മമ്മി പറയുന്നത് കേൾക്കൂ ഡേവിഡ്. നോ, ഞാനും സ്റ്റെല്ലയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് ഈ കിഴവനുമായിട്ട് ഒരു അഫയർ നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അഫയർ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? യു ആർ എ ചീറ്റ്. സ്വന്തം മകനെ നശിപ്പിക്കാൻ തുടങ്ങുന്ന നിങ്ങൾ, ഇന്നു മുതൽ നിങ്ങൾ എന്റെ മമ്മിയല്ല, ഞാൻ നിങ്ങളുടെ മകനുമല്ല. ഇഷ്ടം പോലെ ജീവിച്ചോളൂ, ആരെ വേണമെങ്കിലും കെട്ടിക്കോളൂ. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. ഗുഡ് ബൈ. മഹാഭാവി, നിന്റെ തലയിൽ എടുത്തേ വീഴും. എവിടേക്കാ പോന്ന്? എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അവനെ പറ്റി മിണ്ടി പോരുത്. ഇരിക്കണ അവിടെ. എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഐ എം സോറി, സോ സോറി. ഇന്നലെ ഞാൻ രാഹുലിന്റെ അച്ഛനെ കണ്ടു. മോനെ ഇവിടെ കൊണ്ടുവന്നതിന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. പാവ അച്ഛൻ. ഞാൻ രാഹുലിനെ തിരിച്ചു കൊണ്ടുപോകും, മോന്റെ അച്ഛന്റെ അടുത്തേക്ക് തന്നെ. എപ്പോ? അത് ആരും കാണാതെ സൗകര്യം കിട്ടുമ്പോ ഒരു ദിവസം. പ്രോമിസ്? പ്രോമിസ്. എന്താ കൗണ്ടറെ നോക്കണത്? ബിന്നിയെ പുറത്താക്കി, ഇനിയിപ്പൊ ഇവനാ. മനുഷ്യന്മാരുടെ സ്ഥിതി ഇത് തന്നെയാ. എത്ര വലിയ ഓട്ടക്കാരനായാലും തളർന്നാ കഴിഞ്ഞി. ജയിക്കുന്നവനേ ഉള്ളു വില. ആ, നിങ്ങളുടെ കാര്യം തന്നെ. അന്ന് കാറും ബംഗ്ലാവും സ്റ്റഡ് ഫാമും ആയിട്ട് വിലസുന്ന കാലത്ത് ഇതിലും മുന്തിയ കുതിരകൾ എത്ര ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അന്ന് പുറകെ വാലാട്ട് നടക്കാൻ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പൊ തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടി ഉണ്ടോ? എല്ലാം കത്തി ചാമ്പലായപ്പോ അതിന്റെ കൂടെ പോയി. കത്തിയതല്ല, കത്തിച്ചതാ. എന്റെ കുതിരകളെ ജീവനോടെ ചുട്ടു കൊന്നതാ. ദുഷ്ടൻ, അവനോട് ദൈവം ചോദിക്കും. ഞാൻ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് എനിക്കിപ്പോഴാ ബോധ്യമായത്. ഓ, ഞാൻ രാഹുലിനെ കണ്ടിരുന്നു. അവിടെ ആ കുട്ടി. അതുകൊണ്ടാ ഞാൻ വന്നത്. എന്റെ തെറ്റിന് എന്നോട് ഒന്നും പറയണ്ട. 100 രൂപ കൊടുത്താൽ ഒരുത്തനെ കൊല്ലാൻ വരെ വാടകയ്ക്ക് ആളെ കിട്ടുന്ന നാടായത്. അതിൽ കൂടുതലൊന്നും നീ ചെയ്തില്ലല്ലോ. ഞാൻ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരും. അതിനെനിക്ക് തന്നെ കഴിയും. നിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ഗൗതം, എന്നെ ഉപദ്രവിക്കാവുന്ന പോകുന്നുണ്ടോ? പ്ലീസ്. അമൃത, നീ എന്താ ഇവിടെ? ഇന്റർവ്യൂ ആയിരുന്നോ? അല്ല, സംതിങ് പേഴ്സണൽ. ഗൗതം, ഇതിനെ തന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ച് നിന്നാ മതിയോ? ഡാഡി ആ ടെൻഷനില്ല. അടുത്ത ആഴ്ച റേസ് അല്ലേ? ബ്ലാക്കിയുടെ ട്രെയിൽ റൺ പോലെ എടുത്തിട്ടില്ലല്ലോ. ഞാൻ വരാം. റൂബി ഫൈനാൻസിന്റെ പണം എടുത്താണ് ദേവരാജ് കളിക്കുന്നത്. ഈസി നാഷണൽ ബാങ്കാണ് അയാൾക്കതിന് കൂട്ട്. ബാങ്ക് ചെയർമാൻ മിസ്സിസ് വർമ്മയുടെ സ്വന്തം ആളല്ലേ? ഒന്ന് പിടിക്കാൻ പറയൂ, ദേവരാജ് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും. എന്നാലും മറ്റു വിധത്തിൽ വെങ്കടേശന്റെ സഹായം. കുട്ടിയുടെ കേസ് ഇവിടെ എടുത്തു. തീർച്ചയായും.
ആ ഡ്രൈവർ പെട്ടിയൊന്നും ഇപ്പൊ എടുക്കണ്ട, കാറിൽ തന്നെ ഇരുന്നോട്ടെ. കമോൺ. നിങ്ങളുടെ ഗൗതമിനെതിരെ ഞാൻ ഇറക്കുന്ന ജോക്കി ഇന്ത്യൻ ഡർബിയിൽ ഏറ്റവും കൂടുതൽ വിൻ ചെയ്ത റെക്കോർഡ് ഇയാൾക്കാണ്. ജയൻ നാളെ വന്നോളൂ. ഇവന്റെ മുന്നിൽ ഗൗതം മടിയറവ് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഹലോ ഷറാഫ്. ഹലോ, മീറ്റ് മിസ്റ്റർ ജയൻ. ഹായ്. ഹലോ, പ്ലീസ്. ആ ദുരേ, ഗൗതമിനെ പറ്റി വിനോടെല്ലാം പറഞ്ഞു. വാട്ട്സ് ഹി സേയിങ്? About your rival jockey Gautam. ഓ ഗൗതം, but I'll show you in the race. ഗൗതം, ബോംബെ റേസ് ക്ലബിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയാണത്രേ വെങ്കടേഷ് പുതിയ ജോക്കിയെ കൊണ്ടുവന്നത്. ഗൗതം അവൻ്റെ കൂടെ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല. വിന്നിയുടെ നഷ്ടം നാളത്തെ റേസിൽ നീ നികത്തി തരണം. സാറ് സംശയിക്കണ്ട. Well, ladies and gentlemen, it's once again a magnificent day here at Gujarat Race Cup. There's tension, drama, excitement, which is so characteristic of what horse racing is all about. My goodness, it's simply amazing that this race has generated so much of interest. Jockey Jerry Schroff, he's riding number 5 Blue Star, and the disappointing news here is that winner horse. രാഹുൽ തന്നതാണ്. I do wish you. Mr. Gautam Krishna, യെസ്. I heard a lot about you. But today, you're not going to win the race. That we'll see on the track. എന്താണ് ആ ഡ്രാക്കുള പറഞ്ഞത്? ഞാൻ ഈ റേസ് ജയിക്കില്ലെന്ന്. അവന്റെ എല്ല് ഞാൻ വിട്രാ. Thrills and excites everyone on courses around the world is the culmination of loving. മിസ്റ്റർ വീരേന്ദ്ര ഗൗണ്ടർ, ഈ റേസിൽ ആര് ജയിക്കും?
ബാങ്കിലെ കാര്യം ഇതിനിടയ്ക്ക് തന്റെ കടന്നു പോടോ. എന്താ? ബാങ്കിൽ നിന്ന് ഓടി പാസ്സായില്ല. മാനേജർ ആദ്യം സമ്മതിച്ചതായിരുന്നു. പാസ്സാവില്ല. ഇതിന്റെ ഒക്കെ പിന്നെ ആ സ്ത്രീയാ, രാധിക വർമ്മ. ബാങ്ക് മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോ ഇനി എന്ത് ചെയ്യും? ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഡാഡി, ഡാഡി, ഇന്ന് റേസ് കോഴ്സിലെ ഇൻസിഡന്റിന് ശരിക്കും കുറ്റക്കാരൻ കൊടയിൽ വെങ്കടേഷിന്റെ ജോക്കിയാണ്. ഐ ഷോ യു. വേണ്ട, കണ്ടു. ടർഫ് ക്ലബിൽ അയാൾക്കെതിരെ ഒരു തെളിവായി ഞാനിത് കാണിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട. വലിയ വലിയ ആളുകൾ നടത്തുന്ന കളിയാണിത്. ആ കാസറ്റ് തരൂ. ഡാഡി, എത്ര പേരുടെ കാശാണ് ഈ ചതി കാരണം? അത് അന്വേഷിക്കേണ്ട കാര്യം നിനക്കില്ലാന്നാ ഞാൻ പറഞ്ഞത്. ഡാഡിക്കില്ലേ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക്? Will you shut your bloody mouth? ഡാഡി പ്ലീസ്. അമൃത മാറാൻ. കൊടയിൽ വെങ്കടേഷിനെ പേടിച്ചാണോ ഡാഡി? അമൃത, ഇല്ലെങ്കിൽ ആ മാഫിയ സംഘത്തിന് ഡാഡി കൂട്ടു നിൽക്കുകയാണെന്ന് ഞാൻ പറയും. ഇല്ലിസിറ്റ് ഡിസ്റ്റിലറി തൊട്ട് സകല വൃത്തികേടുകളും നടത്തുന്ന അവരുടെ പണം വാങ്ങി. മാസ്റ്റർ ഇവിടെ ഉണ്ട്. മോനെ ഗൗതം, സാരമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നോ, അവൻ വീണ്ടും വരും. കൊടയിൽ വെങ്കടേഷ് ഈ കട്ടിലും കിടക്കയും പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കും. രക്ഷപ്പെടാനാവില്ല. ആ തീ പടരും. ഈ ആശുപത്രി കെട്ടിടം മുഴുവൻ ആളിക്കത്തും. നീയടക്കം അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി പിടഞ്ഞു വെന്ത് ചാമ്പലാകും. നീ സൂക്ഷിച്ചോ, അവൻ വീണ്ടും വരും. കൊടയിൽ വെങ്കടേഷ് അവനെല്ലാം കത്തിച്ച് ചാമ്പലാക്കും. നീ സൂക്ഷിച്ചോ ഗൗതം, അവൻ നിന്നെ കൊല്ലും, നിന്റെ കുതിരകളെ കൊല്ലും. അവൻ തിരിച്ചു വരും, അവൻ നിന്നെ കത്തിച്ച് ചാമ്പലാക്കും. നിന്നെ അവൻ കൊല്ലും ഗൗതം, Number 1, Black Beauty. Number 2, Brown Stone. ഇനി മൂന്നാമത്തെ കുതിരയെ എഴുതിക്കൊള്ളൂ. ഗോൾഡ് ട്രംപറ്റ്. ഗോൾഡ് ട്രംപറ്റ്. നമ്പർ 4, ക്വീൻ ഓഫ് ബ്ലൂസ്. ക്യൂൻ ഓഫ് ബ്ലൂസ്. നമ്പർ 5, സ്ട്രിംഗറി. ആയില്ലേ? ഓ, വക്കീൽ എവിടെ? സ്വാമി നമ്മളോട് പിണങ്ങിയും തോന്നുന്നു. പോയി. ഗൗതം, ഈ കുതിരഭ്രാന്ത് അവരവിടെ ആലോചിക്കുന്നത് ജാക്ക്പോട്ടിന് 5 കുതിരകൾക്ക് ഒരുമിച്ച് ബെറ്റ് കെട്ടുക. റിസ്ക് അല്ലേ കുട്ടി? കൊടയിൽ വെങ്കടേശന്റെ കുതിരയ്ക്കും ബെറ്റ് കെട്ടുന്നുണ്ട്. അരുതെന്ന് നീയെങ്കിലും ഒന്ന് പറയൂ ഗൗതം അച്ഛനോട്. മോനെ ഗൗതം, റേസിലോടുന്ന കുതിരയെ പോലെ പന്തയം കിട്ടുന്നവരുടെ ആശയ്ക്ക് കടിഞ്ഞാനിടാനാവില്ല. തോൽക്കുന്തോറും പിന്നെയും ജയിക്കാനാവും വാശി. അച്ഛൻ ഈ കളിയിൽ കുറെ കടം വന്നിട്ടുണ്ട്. അത് തീർക്കണമെങ്കിൽ ചെറിയ തുകയ്ക്ക് ബെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ജാക്ക് പോട്ടിന് തന്നെ പോണം. അത് റിസ്ക് അല്ലേ അച്ഛാ? നമുക്ക് ഈ വീടും വസ്തുക്കളും വിറ്റ് കടം വിട്ടാം. ബാക്കിയുള്ളതുകൊണ്ട് സ്വസ്ഥമായി ജീവിച്ചൂടെ? ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് അച്ഛന്റെ കടം വീടില്ല മോനെ. അച്ഛനത് കൊടയിലിന് പണയപ്പെടുത്തുകയാണ്. അച്ഛന്റെ മനസ്സ് പറയുന്നു നമ്മൾ ഈ റേസിൽ ജയിക്കുമെന്ന്. മോൻ ഇതിന് സമ്മതിക്കില്ലേ?
മോനെ ഗൗതം, അച്ഛനെ പോയി നോക്കേ, ചെല്ലേ. എടാ, നീ എന്നെ ചതിച്ചു. നിനക്ക് പണയപ്പെടുത്തി എന്റെ വസ്തുക്കൾ തിരിച്ചെടുക്കാതിരിക്കാൻ കൂടെ നിന്ന് നീ എന്നെ തോൽപ്പിക്കുകയായിരുന്നു. കൃഷ്ണ, കുതിര ഓടാത്തതിന് എന്നെ പഴിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കുതിരയെ നീ കൽപ്പിച്ചു കൂട്ടി പുറകോട്ട് വലിച്ചല്ലേ? യു ബാസ്റ്റഡ്, ബ്ലഡി ചീറ്റ്. എന്നെ എന്റെ മകനെ നീ തെരുവിൽ ഇറക്കിയില്ലേ? വണ്ടി വിട്, പോ. കരയണ്ട മോനെ, അച്ഛൻ്റെ തെറ്റ്. റേസിൽ ഒരു പന്തയ കുതിര തളർന്നു വീണാൽ പിന്നെ അതിനെ ഇഴഞ്ഞ് ജീവിക്കാൻ വിടരുത്. കൊല്ലണം. മേഴ്സി കില്ലിങ്. വെങ്കടേഷ് അത് ചെയ്തില്ല. മോൻ പോയി ഉറങ്ങിക്കോ. പോയിക്കൊള്ളൂ. അച്ഛാ, അച്ഛാ, മോൻ എങ്ങനെ വന്നേ? ആന്റിയുടെ കൂടെ വന്നതാ. എന്റെ വീട്ടിലേക്കാണെന്നും പറഞ്ഞു കൊണ്ടുവന്നതാ. ഒരുപാട് മുറിഞ്ഞോ? സാരില്ല മോനെ. മോൻ എന്താ കഴിക്കാൻ വേണ്ടേ? അയ്യോ, അതിനൊന്നും സമയമില്ല. നമുക്ക് പെട്ടെന്ന് പോണ്ടേ? ഇല്ല, ഞാൻ വരില്ല. രാഹുൽ, എല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ടുവന്നത്. വരൂ. ഞാൻ വരില്ല. അവൻ കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കട്ടെ. താമസിച്ചാൽ അവർക്ക് സംശയമാവും. പിന്നെ ഒരിക്കലും വിടില്ല. ഞങ്ങൾ നാളെയും വരാം. ചിലപ്പോ ഇന്നെ ഡിസ്ചാർജ് ചെയ്യും. എന്നാ ഞങ്ങൾ വരട്ടെ. വരൂ രാഹുൽ. മോൻ ആന്റി പറയുന്ന അനുസരിച്ച് ചെല്ല. അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കെതിരെ ഗൗതമിനെ നിങ്ങൾ സഹായിച്ചു. പണം കൊണ്ടും മറ്റു വിധത്തിലും. പിന്നെ എന്തിനിപ്പോ ഇവിടെ വന്നിരിക്കുന്നു? വയ്യ ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കിയത്. വെങ്കടേശുമായിട്ടുള്ള അലയൻസിന് തടസ്സം നിന്നത് ഗൗതമാണ്. പിന്നീട് റേസിലുണ്ടായ സകല നഷ്ടത്തിനും കാരണക്കാരൻ. അവനോടുള്ള ശത്രുത വെച്ച് ഇനിയും എന്നെ ശിക്ഷിക്കരുത്. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ സഹായിക്കണം. ഗൗതമിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. വെങ്കടേഷും ഞാനുമായുള്ള അടുപ്പം അറിയാമല്ലോ. നിങ്ങൾ തമ്മിലുള്ള മത്സരം ഒഴിവാക്കണം. ബാക്കി കാര്യങ്ങൾ മാഡം എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം.
ശരി. അപ്പോ ഞാൻ വരട്ടെ. ഉം. ദേവരാജ് എനിക്ക് അയച്ച വക്കീൽ നോട്ടീസാണ് സ്വാമി. റൂബി ഫൈനാൻസിന്റെ ലോൺ ഇൻട്രസ്റ്റ് സഹിതം 10-15 ലക്ഷത്തി ചിൽവാനം രൂപ. ഇത്രയും പണം നിങ്ങൾ വാങ്ങിച്ച ശരിയാണോ? അതേ കുറെ മടക്കി കൊടുത്തിട്ടുണ്ട് സ്വാമി. ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. കൊടുത്തതിന് രേഖകൾ വല്ലതുമുണ്ടോ? ഇല്ല. തന്നതിന് അവരുടെ പക്കൽ കാണും. അതാ ഞാൻ പെട്ടെന്ന് വന്നത്. വല്ല വഴിയിലും കടം വാങ്ങിയാൽ വെളിയിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയും. പക്ഷെ ദേവരാജ് എന്തിന് നിങ്ങളോട് ഇത് ചെയ്തു? നിങ്ങളുടെ സ്റ്റഡ് ഫണ്ട് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഷെറഫ്. അടുത്ത റേസ് കൂടി കഴിഞ്ഞാൽ ഇയാൾ നിങ്ങളുടെ കുതിരയെ ഓടിക്കും. ഗൗതമിന്റെ നഷ്ടം പുള്ളി തീർത്തു തരും. പോരെ? നഷ്ടം വേറെയുണ്ട്. ഇടനിലക്കാരൻ ജയനാണല്ലോ. വെങ്കടേശനോട് ആ കാര്യം കൂടി സംസാരിക്കണം. നിങ്ങൾ ഒന്നായ സ്ഥിതിക്ക് ഇനിയിപ്പോ ആ കണക്കൊക്കെ പറയണോ? എന്താ നിനക്ക് വേണ്ടത്? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞു നിർത്തി ചോദിക്കുകയാണോ? അതെ. നിങ്ങൾ എന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തതിൽ എനിക്ക് പരാതിയില്ല. മറ്റെവിടെയെങ്കിലും ജോലി ചെയ്ത് ഞാൻ ജീവിച്ചോളാം. പക്ഷേ ഞാൻ കടം വാങ്ങിയ പണം പലപ്പോഴായി തിരിച്ചു തന്നിട്ടും വീണ്ടും അത് ആവശ്യപ്പെടുന്നതിന്റെ കാരണം എനിക്കറിയണം. താൻ കാരണം എനിക്ക് എന്റെ കുതിര നഷ്ടപ്പെട്ടില്ലേ? മനഃപൂർവ്വം കുതിരയെന്ന് വീണ് നീ എന്റെ റൈസ് തോപ്പിച്ചില്ലേ? ഒരുമാതിരി വൃത്തികെട്ട വർത്തമാനം പറയരുത്. ഗൗതം, എന്നെ പിരിച്ചുവിട്ടത് ഇത്തരം നാറുകൾക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. What's he saying? Shut you dirty cheat. അതേടാ, തന്നെ തോൽപ്പിക്കാൻ കൊടുക്കാനുള്ള കാശിന് തന്നെ കൊണ്ട് ജയിലിൽ ഇരുമ്പഴികൾ എണ്ണിക്കും. തന്റെ മകനെ ഞങ്ങൾ വളർത്തും. ആ ചെറുക്കനെ ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടില്ല. ഗൗതം, stop it. എന്താണ് നോക്കി നിൽക്കുന്നേ? അടിക്കാൻ! എടാ, ഞാനാ പറയുന്നേ, അടിക്കാൻ! അടിയടാവനെ! നന്ദി കേട്ട നായ്ക്കളെ, എന്നെ അനുസരിക്കാത്ത ഒരുത്തനെ എനിക്കിവിടെ ആവശ്യമില്ല. ഇറങ്ങിപ്പോടാ, പോകാൻ! താനല്ലേ നേതാവ്? ആണെങ്കിൽ പിരിഞ്ഞു പോണം. ഇന്ന് തന്നെ എല്ലാരും പിരിഞ്ഞു പോണം. ഈ ഫാമിൽ നിന്ന് നിങ്ങളെ ആരെയും കണ്ടുപോകരുത്. വേണ്ട, ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടരുത്. ഉള്ള ജോലി നഷ്ടപ്പെടുത്തരുത്. വന്നോളൂ. മുതലാളി പറഞ്ഞ അനുസരിക്കാതിരിക്കണ്ട. എന്ത് വേണം ചെയ്യാം. അടിച്ചോളൂ, അടിച്ചോളൂ.
അവർ ചെയ്യില്ല. അവർക്ക് എന്നെ അറിയാം. പണത്തിന് വേണ്ടി നാണം കെട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത തന്നെയും